ഹർമി ബിജിക്കയുടെ എന്താ ആനിവേഴ്സറി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഷീമയും സ്റ്റീഫനും അമ്മുവും പിന്നെ നമ്മുടെ സ്റ്റീഫന്റെ കൂട്ടുകാരി ഇപ്പം ഞങ്ങളുടെ കൂട്ടുകാരിയുള്ള സാന്ദ്രക്കുട്ടിയും വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഷീമയുടെ ഫ്ലാറ്റിൽ. അപ്പം അവർക്ക് ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്തത് ഞാനാണ്. അപ്പോൾ ഡിന്നറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാന്തരം കപ്പ വേവിച്ചതും നമ്മുടെ നല്ല നാടൻ മത്തിക്കറി, കപ്പ വേവിലേ ഉള്ളൂ, നല്ല മത്തി ഫ്രൈ. അപ്പൊ കപ്പ വേകുന്നതിനകത്ത് നമുക്ക് കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നല്ല നാടൻ മത്തിക്കറി, മുളക് ഇട്ട് വെച്ചത്. പിന്നെ ഇതും ഞാൻ കണ്ടോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, മത്തി ഫ്രൈ. അപ്പം ഷീമ ടേസ്റ്റ് ചെയ്തിട്ട് അച്ഛനെ വിളിക്കുമോ അത് നല്ലതാണെന്ന് പറയട്ടെ. നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. സ്മെല്ല് വരുന്നുണ്ടോ? സ്മെല്ലുണ്ട്. ടേസ്റ്റ് നോക്ക്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്താ രാത്രി മുഴുവൻ നിൽക്കാൻ പോവാണോ? ബാക്കിയുള്ളത് വരാൻ വേണ്ടി എല്ലാ പാറ്റുകളെയും മൂടോടെ കൊല്ല്. അപ്പൊ ആർമി ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് പോലും കിട്ടല്ലേ. വാ വാ. മീൻ വറുത്ത ചട്ടി പഠിക്കുന്ന ഷീമ എന്നെ പോലെ തന്നെ. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാം. നമ്മുടെ കപ്പ ഇവിടെ വെന്തോണ്ടിരിക്കുന്നു. അല്ല, കപ്പ മാത്രം മതിയോ? എന്തോ ചോറ് വേണമെങ്കിൽ ചോറെടുക്കുക, കപ്പ വേണമെങ്കിൽ കപ്പ എടുക്കുക. ഈ രണ്ടും മിക്സ്ഡാ എനിക്കിഷ്ടം. രണ്ടും ഒറ്റയ്ക്ക് ഇഷ്ടമില്ല. അത് നമ്മുടെ കോട്ടയം. ഇനി ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണട്ടെ ഞാൻ ഉണ്ടാക്കിയ മീൻകറി നിന്നിട്ട്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മീൻ വറുത്തതിന് നസീറും ഉണ്ട്, വേറൊരാളും ഉണ്ട്. നമ്മളല്ല ആൻസർ ഉണ്ടാവളാ. ഓ ഷിറ്റ്, നീ എന്നാ പറഞ്ഞേ? ഭാർഗവതിയില് നമ്മള് പറയില്ലാന്നോ? സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടായി. Do you want to know? ഉണ്ണി കണ്ണനോട് നീ. And I think I have to listen because ta-da. ആർമി, എനിക്ക് വിഷമായി ഇത്ര നേരം ഫ്രണ്ട്സിൻ്റെ അടുത്തും തിരിച്ചു വന്നത്. വിഷമം വരുന്നത്. അങ്ങനെ നമ്മുടെ ആർമി പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞതാ. ഷീമയുടെ ഫ്ലാറ്റ് വിട്ട് ഞാൻ തിരിച്ചു പോകാം.